ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂർക്കാരുടെ സ്വന്തം ഇഞ്ചിക്കറിയായിട്ടാണ്. നമ്മൾ തൈരും ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും എല്ലാം ചേർത്തിട്ട് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കും കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ? നമ്മൾ കണ്ണൂരെല്ലാം ഇഞ്ചിക്കറി എന്ന് പറയുന്നത് തൈര് ചേർത്തിട്ടുള്ള ഒരു കറിക്കാണ് കേട്ടാ. അതിന് ഇഞ്ചി തൈര് എന്ന് പറയും, ഇഞ്ചിക്കറി എന്ന് പറയും. ഓരോ സ്ഥലത്ത് ഓരോ കണ്ണൂർ തന്നെ പല സ്ഥലത്തും പല രീതിയിൽ ഇങ്ങനെ പറയും കേട്ടോ. അത് ഏറ്റവും ഈസി ആയിട്ടുള്ള കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇഞ്ചിക്കറി നമ്മളിപ്പം ഒരു പരിപ്പ് കറിയെല്ലാം ഉണ്ടാകുന്ന വീട്ടിൽ പരിപ്പ് കറിയെല്ലാം വെക്കുന്ന സമയത്ത് അതിനൊരു ഒരു സൈഡ് ഡിഷ് പോലെ ഉണ്ടാകുന്ന ഒരു കറിയാണ് ഇഞ്ചിക്കറി. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങള് എന്തെല്ലാന്ന് വെച്ചാല് ഇഞ്ചി വേണം, പച്ചമുളക്, കറിവേപ്പില. ഇത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയിട്ടാണ് വറുത്തിടുക. പിന്നെ തൈര് വേണം, ആവശ്യത്തിന് തേങ്ങയും വേണം. നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യാണ്ട് വെച്ചാല് ഈ തേങ്ങ ഫസ്റ്റ് മിക്സിന്റെ ജാർ എടുക്കുക. മിക്സിന്റെ ജാറിലേക്ക് നമ്മൾ തേങ്ങ ആദ്യം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരച്ചെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ ആദ്യം നന്നായിട്ട് ഞാൻ അരച്ചു കൊണ്ടുവരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കട്ട് ചെയ്തിട്ട് അതും ഇട്ടിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കുക. ആദ്യം നമുക്ക് തേങ്ങ മിക്സിന്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ആദ്യം തന്നെ മിക്സിന്റെ ജാറിലേക്ക് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. പിന്നീട് നമ്മൾ പച്ചമുളകായാലും ഇഞ്ചി ആയാലും ചേർത്ത് കൊടുക്കുമല്ലോ. ആദ്യം തന്നെ തേങ്ങന്റെ കൂടെ അരച്ചു കൊടുത്തിനെങ്കിൽ നമുക്ക് ഒരു കയ്പ്പ് ഫീൽ ചെയ്യും. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കും, ബാക്കി ഒരു 2 സ്പൂണ് തൈര് ഒഴിച്ചിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരു 2 സ്പൂണ് തൈരും ഇതിന്റെ കൂട്ടത്തിൽ ചേർത്തിട്ടാണ് അരച്ചെടുക്കൽ കേട്ടാ. തൈര് നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം. ഞാൻ 2-3 സ്പൂണ് തൈര് ചേർത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടാ. ഞാനിവിടെ തേങ്ങ നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതാ ചെറുതായിട്ട് കഷ്ണാക്കിയ ഇഞ്ചിയും പച്ചമുളകും കൂടി ഈ തേങ്ങയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. കൂടുതൽ സമയം അരക്കണ്ട കേട്ടോ. കൂടുതൽ സമയം അരച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ആദ്യം തേങ്ങ നമ്മൾ അരച്ചു കൊടുക്കുന്നത്. കൂടുതൽ സമയം അരച്ചു കൊടുത്താൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും, പച്ചമുളക് അധിക സമയം അരഞ്ഞാൽ. അപ്പൊ ഇതും കൂടി നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതാ ഇവിടെ ഞാൻ ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് ആ തേങ്ങ അരച്ച മിക്സിയിലേക്ക് തന്നെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധിക സമയം അരക്കണ്ട കേട്ടാ. ചെറുതായിട്ട് ഇഞ്ചി കടിച്ചാലും കുഴപ്പമില്ല. അപ്പോ നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ അരച്ചു വെച്ച മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കട്ടയിൽ ഉടച്ചു വെച്ച തൈര് ഉണ്ടല്ലോ, ആ തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇവിടുത്തെ തൈരിന് പുളി കുറവാണ്. ഇന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് നാളെ ആവുമ്പോഴേക്കും ഇതിന് അത്യാവശ്യം പുളി വരും കേട്ടോ. ഇവിടെ കിട്ടുന്ന തൈരെല്ലാം അങ്ങനെയാണ്. അപ്പൊ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാ തൈരും മിക്സിയിലിട്ടിട്ട് അടിച്ചാല് നമുക്ക് ഈ ഇഞ്ചിക്കറിക്ക് ഒരു ചെറിയൊരു കൊഴുപ്പ് കിട്ടൂല. തൈര് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അത് ലൂസ് ആവുമല്ലേ ചെയ്യാം. അപ്പൊ ഇതുപോലെ ചേർത്ത് കൊടുത്താല് ഇഞ്ചിക്കറിക്ക് ഒരു ചെറിയൊരു കട്ടി വരും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിട്ടിടുക. കുറച്ചാദ്യം ഇട്ട് കൊടുത്തു നോക്കുക. ചെക്ക് ചെയ്തിട്ട് ഉപ്പുണ്ടോന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പുണ്ടോന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് കൂടിപ്പോകാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് തരാം. ഉപ്പെല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ കടുക്. ഈ കടുക് നമ്മൾ വറുത്തിടാനും കുറച്ച് ആവശ്യമുണ്ട്. ഇപ്പൊ ഇനി നമുക്ക് കുറച്ച് കടുക്, ഒരു 2 നുള്ളു കടുക് എടുത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. ഇങ്ങനെ പൊടി നന്ന ഫൈൻ പൗഡർ വേണ്ട, ഒന്ന് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക. നമ്മൾ പണ്ടത്തെ കാലത്തെല്ലാം അമ്മീന്റെ മുകളിലെല്ലാം ഇട്ടിട്ട് ഒന്നിങ്ങനെ
ഉരുട്ടിയിട്ടെടുക്കും. അപ്പോൾ ഒന്ന് പൊടിഞ്ഞു കിട്ടൂലേ, ആ ഒരു ഫോമിൽ എടുക്കുക. ഞാനിവിടെ കടു ഇങ്ങനെ ഇതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുമെന്ന് കേട്ടോ. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കടുക് നന്നായിട്ട് ഇതാ ഈ ഒരു ഫോമിൽ നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ചതച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇഞ്ചിക്കറിക്ക് ഒരു ചെറിയൊരു മുഴുപ്പ് കിട്ടും കേട്ടോ. നന്നായി ലൂസ് ആവൂല, ടേസ്റ്റും ആണ്, വയറിനും നല്ലതാണ്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നമ്മൾ ഇഞ്ചിക്കറി 3/4 ഭാഗം ഇടിയായി. ഇനി നമുക്ക് ഇതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ട് വറുത്തിടണം. നമ്മളെ കറി റെഡിയാണ്. ഏറ്റവും ഈസിയാണ്. പക്ഷെങ്കിൽ ഈ കറി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി ഒരു അച്ചാറോ ഉണ്ടെങ്കിലും ചോറ് കഴിക്കാം കേട്ടാ. പക്ഷെ പരിപ്പെല്ലാം വെക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയാല് ആ പരിപ്പ് കറീന്റെ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ ആഹാ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടാ. എല്ലാരും ഉണ്ടാക്കാത്തവരിങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പൊ നമുക്കിനി ഇതിലേക്ക് വറുത്തിടാം. ഞാനിവിടെ ഇഞ്ചിക്കറിക്ക് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയുടെ ചൂടായി വരുന്നുണ്ട്, നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ ഇതിന് ഇഞ്ചിക്കറി എന്നാട്ടാ പറയാ. ഇഞ്ചി തൈര്, ഇഞ്ചിക്കറി അങ്ങനെയെല്ലാം പറയും. മറ്റേ ആ ഒരു ബ്ലാക്ക് കളറുള്ള ഇഞ്ചിക്കറി അല്ല, ഇത് കണ്ണൂർക്കാർ ഇഞ്ചിക്കറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കടുക് പൊട്ടി വരുന്നുണ്ട്, നമുക്കിനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇഞ്ചിക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിക്കറിക്ക് ഇനി വറുത്തിടാം കേട്ടോ. കണ്ട, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇഞ്ചിക്കറി ഉണ്ടാക്കാത്തവര് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.